എന്നാലും കേരളത്തിൽ വേഗതയേറിയ യാത്രാ സൗകര്യം വേണമെന്നുള്ളത് ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് റെയിൽ എന്നുള്ള പേരല്ല, വേറൊരു റെയിൽ എന്നുള്ള പേരോ ഇനി റെയിലെന്നല്ലാത്ത പേരോ ആയിക്കോട്ടെ, യാത്രാ സൗകര്യം കൂടുതൽ വേണമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. വന്ദേ ഭാരത് വന്നത് കുറച്ച് ആശ്വാസം ആക്കിയിട്ടുണ്ട്. പക്ഷേ വന്ദേ ഭാരതിനേക്കാളും കൂടുതൽ വേഗതയേറിയ സംവിധാനങ്ങൾ വരണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അത് വരാൻ വേണ്ടി ശ്രമിക്കുക. പൊളിറ്റിക്കലായിട്ട് അവർ പറഞ്ഞ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, വേഗതയോടുകൂടി യാത്ര ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഇനിയായാലും വേണ്ടി വരും. അതിലെങ്ങനെയൊക്കെയാണ് മോഡേണായിട്ട് പറ്റുന്ന കാര്യങ്ങളെന്നുള്ളത് കേരളയിലല്ലാതെ തന്നെ, പഴയ കൺസെപ്റ്റിലുള്ള കേരളയിലല്ലാതെ തന്നെ ഈ പുതിയ ചില കാര്യങ്ങൾ ഞങ്ങൾ തന്നെ കഴിഞ്ഞ LDF ഗവൺമെൻറ് തന്നെ ചർച്ച ചെയ്തിരുന്നു. ഡൽഹി മീററ്റൊക്കെ ഇപ്പോൾ നടപ്പിലാക്കുന്ന ചില പുതിയ റാപ്പിഡ് റെയിൽ സംവിധാനമുണ്ട്. അത് നിലവിലുള്ള ലൈൻ ഉപയോഗിക്കാവുന്നതാണ്. അത്തരം സംവിധാനങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഏത് സംവിധാനമായാലും യാത്ര എളുപ്പം പറ്റുന്ന തരത്തിലേക്ക് വേണം. കേരളയിൽ എന്നുള്ള പേര് അവർ പറയണ്ട, വേറൊരു പേര് പറഞ്ഞോട്ടെ, യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടായാൽ മതി. പദ്ധതി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ വേഗത്തിൽ പോകാനുള്ള ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്താൻ പാടില്ല. അങ്ങനെ തല്ലിക്കെടുത്താനായിട്ടാണെങ്കിൽ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ആ മഞ്ഞക്കുറ്റി പിഴുതൂരും എന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് മഞ്ഞക്കുറ്റി പിഴുതൂരി വേറെ കളറുള്ള കുറ്റി അടിച്ചോട്ടെ, അല്ലെ കുറ്റി അടിക്കാതിരിക്കട്ടെ. യാത്രാ സൗകര്യം വേണം. ഈ ഒറ്റ പോയിന്റ് ഞാൻ പറയുന്നുള്ളൂ. യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണെങ്കിൽ ജനങ്ങൾക്കത് സൗകര്യപ്രദമാവില്ല. അതാണ് ഞാൻ പറയുന്നത്. ആ കേരളയിൽ എന്നുള്ള പേരോ അതിനകത്തിട്ട കാര്യമല്ല, യാത്രാ സൗകര്യം വേണമെന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ആ വേഗത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ വേണം കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റിനും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങൾ പഴയതുപോലെ അത്രയും ഫാസ്റ്റാണ്. നമ്മൾ 20 വർഷം മുമ്പ് ഒരു മൊബൈൽ ഫോണിനകത്ത് എടുക്കുന്നത് നേരെ ലൈവ് ടെലികാസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിരുന്നു ആരെങ്കിലും? ഞാൻ ഡൽഹിയിലെ SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ ആദ്യമായിട്ട് ഈ മൊബൈൽ ഫോണിൽ നിന്ന്, ആദ്യത്തെ മൊബൈൽ ഫോണൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ഇത്രയും GB ഒന്നും ഇല്ലല്ലോ. പിന്നീട് മൊബൈൽ ഫോണിൽ നിന്ന് നേരിട്ട് സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് വന്നപ്പോൾ ഉൾപ്രദേശങ്ങളിലേക്ക് വലിയ ക്യാമറയും അതിൻ്റെ നിങ്ങളുടെ പുറകെ തൂക്കിയിട്ടിരിക്കുന്ന ഇത് ആദ്യമേ OV വാൻ വേണമായിരുന്നു. അതിനുശേഷം OV വാന് പകരം ഒരു വലിയ ബാഗ് തൂക്കിയിട്ട് അതിൽ നിന്ന് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ മൊബൈലിൽ നിന്ന് തന്നെ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ടെക്നോളജി മാറുകയാണ്. യാത്രയുടെ പോലെയുള്ള കാര്യങ്ങൾ, യാത്രാ സൗകര്യം പോലെയുള്ള കാര്യങ്ങളിലും മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് കൂടുതൽ വരണം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവന്നേ കഴിയൂ. അത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിനും ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല. പക്ഷേ അത്തരം സൗകര്യങ്ങൾ കൊണ്ടുവരണം. ഇപ്പം കേരളയിൽ എന്നുള്ളത് ഒരു ആ പേരിനകത്ത് അവർക്ക് പറ്റത്തില്ലെങ്കിൽ അതൊക്കെ എന്തോ പേരൊക്കെ അവരിടട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിക്കകത്ത് അതിശക്തമായ ചർച്ചകളും നിശിതമായ വിമർശനങ്ങളും ഉണ്ടാവും എല്ലാവരെ പറ്റിയും. 1-2 പേരെ പറ്റി മാത്രമൊന്നുമല്ല. നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ വിവിധ വകുപ്പുകളെ സംബന്ധിച്ച് നമ്മുടെ താഴത്തെ ഞങ്ങളുടെ നേതൃത്വം മാത്രമല്ല, ഞങ്ങളുടെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ, ഇവരെ പറ്റിയെല്ലാം നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ വരും. ആ ചർച്ച തീർച്ചയായിട്ടും ഞങ്ങളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവവും ഞങ്ങളുടെ പരാജയവും ഞങ്ങളുടെ മുന്നണി വളരെ വിശദമായി നോക്കും. ഓരോ പാർട്ടികളും പ്രത്യേക ചർച്ച ചെയ്യും. അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പോരായ്മകൾ കണ്ടെത്തി അത് മാറ്റാനുള്ള ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ ഈ വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ അറിയാത്ത കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. നടക്കാത്ത, മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരം തെറ്റായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക, ഈ കാര്യങ്ങളെല്ലാം ചേർക്കുക. മാൻ ടു മാൻ കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യനും ഓരോരുത്തരുമായിട്ടുള്ള ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതുകൊണ്ട് ഈ ചർച്ചകൾ എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം പരിശോധനയും ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ എപ്പോഴും ഞങ്ങളുടെ മുന്നണിയെ, ഞങ്ങളുടെ പാർട്ടിയൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിക്കകത്ത് അതിശക്തമായ ചർച്ചകളും നിശിതമായ വിമർശനങ്ങളും ഉണ്ടാവും എല്ലാവരെ പറ്റിയും. 1-2 പേരെ പറ്റി മാത്രമൊന്നുമല്ല. നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ വിവിധ വകുപ്പുകളെ സംബന്ധിച്ച് നമ്മുടെ താഴത്തെ ഞങ്ങളുടെ നേതൃത്വം മാത്രമല്ല, ഞങ്ങളുടെ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ, ഇവരെ പറ്റിയെല്ലാം നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ വരും. ആ ചർച്ച തീർച്ചയായിട്ടും ഞങ്ങളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവവും ഞങ്ങളുടെ പരാജയവും ഞങ്ങളുടെ മുന്നണി വളരെ വിശദമായി നോക്കും. ഓരോ പാർട്ടികളും പ്രത്യേക ചർച്ച ചെയ്യും. അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പോരായ്മകൾ കണ്ടെത്തി അത് മാറ്റാനുള്ള ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ
ഈ വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ അറിയാത്ത കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. നടക്കാത്ത മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരം തെറ്റായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക, ഈ കാര്യങ്ങളെല്ലാം ചേർക്കുക. മാൻ ടു മാൻ കോൺടാക്റ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യനും ഓരോരുത്തരുമായിട്ടുള്ള ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതുകൊണ്ട് ഈ ചർച്ചകൾ എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം പരിശോധനയും ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ എപ്പോഴും ഞങ്ങളുടെ മുന്നണിയെ, ഞങ്ങളുടെ പാർട്ടിയൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.